നമ്മൾ 4ാമത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിന്റെ ഓരോ ഒരുക്കങ്ങളാണ് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇവിടെ വെച്ച് പുതിയതായിട്ട് ഒരു ക്യാരക്ടറിനെ പരിചയപ്പെടുന്നു. നമ്മുടെ ഹിറമോട്സു ഉണ്ടല്ലോ, ഹിറമോട്സുന്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ഈ പെൺകുട്ടി. ഉസാമി ഫ്യൂജി എന്നാണ് ഇവരുടെ പേര്. ഫ്യൂജി എന്ന് നമുക്ക് വിളിക്കാം. ഈ ഫ്യൂജിയുടെ ഭർത്താവും ചെറിയ കുട്ടിയും നേരത്തെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ജപ്പാനീസുകാരുടെ സൂയിസൈഡ് ആയിട്ടുള്ള സെപ്പക്കു പ്രകാരമാണ് അവർ മരിച്ചത്. അപ്പൊ ഇപ്പൊ ഫ്യൂജിക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജോണിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വർഷത്തേക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയും. മാരിക്കോ ആണ് ഇത് പറയുന്നത്. ഫ്യൂജി പറയും ഒരു വർഷമൊന്നും പറ്റില്ല, മാക്സിമം ഒരു 6 മാസം നോക്കാന്ന് പറയും. ജപ്പാനിൽ അസിസ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യനെ പോലെ ജോണിന്റെ കൂടെ താമസിക്കാന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫ്യൂജിക്ക് അതിൽ അത്ര താല്പര്യമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യബുഷിഗയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല യോഷി കൗൺസിലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഇത് വലിയൊരു മണ്ടത്തരമായിരുന്നു. അവരെന്തായാലും നിങ്ങളോട് സെപ്പക്കു ചെയ്യാൻ പറയും, നിങ്ങളെ അവർ കൊല്ലും, റിസൈൻ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് യബുഷിഗെ. അപ്പൊ ഇവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യോഷി ഇവരുടെ ആ ഒരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വില്ലേജിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യബുഷിഗയുടെ ഒരു കസിൻ ആണ് ഈ ഒരു വില്ലേജിന്റെ ഹെഡ്. കസീഗി ഒമി എന്നാണ് ഇവന്റെ പേര്. ഒമി എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഒമിന്റെ ഒരു ആർമിയും കൊണ്ട് വെയിറ്റ് ചെയ്യാണ് യോഷിനെ ആയിട്ട്. യോഷി വരും. യോഷി ഒരു സ്പീച്ച് അങ്ങോട്ട് നടത്തും. ആദ്യം എല്ലാവരും യബുഷിഗയ്ക്ക് ജയ് വിളിച്ച ആൾക്കാരാണ്. ഈ സ്പീച്ച് കഴിഞ്ഞതോടെ എല്ലാവരും യോഷിന്റെ ആൾക്കാരാവും. യോഷിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ യോഷിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആ വില്ലേജിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും മകനെ ഏൽപ്പിച്ചിട്ട് യോഷി വേറൊരു സ്ഥലത്തേക്ക് പോകും. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറയില്ല. യോഷിക്ക് ഒരു മകനുണ്ട്, യോഷി നഗക്കാഡോ എന്നാണ് അവന്റെ പേര്. നഗക്കാഡോ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ നഗക്കാഡോനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ജോണിനെ കൊണ്ട് ഈ ട്രെയിൻ ചെയ്യിപ്പിക്കാനാണല്ലോ അവര് വന്നിരിക്കുന്നത്. അപ്പൊ ആ ട്രെയിനിങ് ഒക്കെ നീ നോക്കി എല്ലാം മര്യാദയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യോഷി വേറെ എവിടേക്കോ പോകും. അപ്പൊ നമ്മുടെ ജോണ് മടങ്ങി ആ വില്ലേജിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ജോണ് ചോദിക്കും, എന്റെ ആൾക്കാർ എവിടെ, എന്റെ ഷിപ്പ് എവിടെ, എനിക്ക് താന്ന് പറയും. അപ്പൊ മാരിക്കോ പറയും, ഈ ആൾക്കാരെയൊക്കെ, നിന്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ എഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഷിപ്പ് നിനക്കിപ്പോ കിട്ടുമെന്ന് വിചാരിക്കണ്ട, നീ ആദ്യം ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്, എന്നാ നിനക്ക് കിട്ടും എന്ന് പറയും. എന്നിട്ട് ജോൺ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ ജപ്പാനിൽ ഒരു പുതിയൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ആ വീട്ടിലെ സ്റ്റാഫും ആ വീട്ടിലെ ആൾക്കാരും എല്ലാവരും ജോണിന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ ജോൺ ഈ വീട്ടിലേക്ക് പോകുമ്പോൾ ജോൺ ഞെട്ടുന്നുണ്ട്. കാരണം ഒരു അടിപൊളി വീട്, കുറെ സ്റ്റാഫ്, പിന്നെ ഫ്യൂജി ഉണ്ട് അവിടെ ജോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജോണ് പറയും, എനിക്ക് ഈ വലിയ വീടും ഈ ഫ്യൂജിനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ഷിപ്പും എന്റെ ആൾക്കാർ മാത്രം മതി എന്ന് പറയും. അപ്പൊ മാരിക്കോണ് പറയാ, നിനക്ക് നല്ലൊരു സാലറി ഉണ്ട്, നല്ലൊരു വീടുണ്ട്, അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ എനിക്കുണ്ട്, ഇത് നീ റെഫ്യൂസ് ചെയ്യരുത്. റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻസൾട്ട് പോലെയാണ്. യോഷി പിന്നെ സഹിക്കില്ല എന്നുള്ള കാര്യം പറയും. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഒരു ജയിലിൽ പോലെ ആയി. വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുള്ളൂ, സംഭവം ഒരു ജയിൽ പോലെയൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് യബുഷിഗയും കസിനോ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഒമി ഉണ്ടല്ലോ, ഇവര് തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, യബുഷിഗയ്ക്ക് ആകെ പണി പാളിയ ഒരു അവസ്ഥയിലാണ്. അതായത് ഇഷിഡോനെ പറ്റിക്കുകയും ചെയ്തു, യോഷിന്റെ കൂട്ടം കേട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. അവസാനം ആ കൗൺസിലിലെ തന്നെ എതിരായി ഇവരെല്ലാവരും. അപ്പൊ ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഇഷിഡോന്റെ അടുത്ത് പോവുക, ഇഷിഡോന്റെ ശത്രു ആയില്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഒമിയാണ് ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ജോണിന്റെ കപ്പലിൽ വന്ന ഈ പീരങ്കികളും ഈ തോക്കുകളും എല്ലാം ഇപ്പോഴും യബുഷിഗയുടെ അണ്ടറിൽ തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഇഷിഡോന് ഓഫർ ചെയ്തൂടെ ഈ യുദ്ധം വരുമ്പോ? അപ്പൊ അങ്ങനെ നമുക്ക് വീണ്ടും ഇഷിഡോന്റെ ഭാഗത്ത് പൊയ്ക്കൂടെ എന്ന് ചോദിക്കും. ഈ ഒമി ചെറിയൊരു പയ്യനാണെങ്കിലും കാഞ്ഞ ബുദ്ധിയാണ്. ഇതൊന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ അവസാനിച്ചു. ഇനി അടുത്തത് പോകുന്നത് നമ്മൾ ജോണിന്റെ പുതിയ വീട്ടിലേക്കാണ്. ജോണിന് എല്ലാം മതിയായിട്ടുണ്ട്. ഈ ജപ്പാൻകാരുടെ ഈ കസ്റ്റം, അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഫ്യൂജി എവിടെ പോയാലും ജോൺ എവിടെ പോയാലും ഒപ്പം പോവും. ജോണിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇതും കുറെ സ്റ്റാഫും ജോണിന് മതിയായിട്ടുണ്ട്. അപ്പൊ ഫ്യൂജിയുടെ പാസ്റ്റ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഫ്യൂജിയുടെ പാസ്റ്റ് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ചെറിയ കുട്ടിയും ഭർത്താവും ഇങ്ങനെ ഒരു സെപ്പക്കു നിയമപ്രകാരം സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്ന് പറയും. ജോൺ ഇത് കേട്ട് അന്തം വിടും. ഈ ചെറിയ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ഭർത്താവ് മരിച്ചു, കുഴപ്പമില്ല, പോട്ടെ, അയാള് ഒരു തെറ്റ് ചെയ്തിട്ടാണല്ലോ സെപ്പക്കു നടത്തേണ്ടി വന്നത്. ഈ ചെറിയ കുട്ടീനെയൊക്കെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത് എന്നൊക്കെ മാരിക്കോനോട് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ മാരിക്കോ പറയും, ഇതാണ് ഇവിടെ ജപ്പാൻകാരുടെ ഒരു നിയമം, ഒരു ദിവസം ജനിച്ചാൽ വേറൊരു ദിവസം എന്തായാലും മരിക്കണം, അതൊന്നും ഇവിടെ കാര്യമില്ല. ആര് എന്ത് മരിച്ചാലും, നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ മരിച്ചാലും അവരുടെ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ
ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ പുറമേ നിന്ന് വന്ന ഒരാൾക്ക് ഈ ജപ്പാൻകാരുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് വട്ടാവും. അതന്നെയാണ് ഇവിടെ ജോണിന് സംഭവിക്കുന്നത്. മരിക്കാനൊന്നും ഒരു പേടിയില്ല ആർക്കും. പിന്നെ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വിഷമിച്ചുകൊണ്ട് ഇരിക്കൊന്നുമില്ല, അവരുടെ കാര്യം നോക്കി പോവും. ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. അങ്ങനെ ജോൺ നമ്മുടെ വന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ്, ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അപ്പൊ ട്രെയിനിങ്ങിൽ എബിഷിഗയും ഒമിയും എല്ലാവരും ഉണ്ട്, മാരിക്കോ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ ഇവര് ജപ്പാൻകാർ ഒരു പുച്ഛത്തോടെയാണ് ഇവന്റെ ഈ ട്രെയിനിങ്ങിനൊക്കെ കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർ 50 കൊല്ലം മുന്നേ തന്നെ തോക്കുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ടാക്ടിക്സ് എങ്ങനെയാണെന്നൊക്കെ ഇവൻ കാണിച്ചു തന്നിട്ടൊക്കെ ശരിയാവോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ജോണിനോട് ചോദിക്കും, നീ എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ജോണ് പണ്ടത്തെ ഒരു സ്റ്റോറിയൊക്കെ പറയും. 60,000 ഓട്ടോമൻ എംപയറത്തെ ആർമിയും 600 ക്രിസ്ത്യൻ നൈറ്റ്സ് ഒക്കെ കൂടെ മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടന്ന ഒരു യുദ്ധത്തിന്റെ കഥയൊക്കെ പറയും. അപ്പൊ മാരിക്കോ പറയും, ഈ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട, നീ പങ്കെടുത്ത വല്ല യുദ്ധം ഉണ്ടോ, നീ യുദ്ധത്തിൽ പങ്കെടുത്ത കാര്യം മാത്രം ഇവിടെ പറഞ്ഞാൽ മതി, വല്ലവരുടെയും കാര്യമൊന്നും നീ പറയണ്ട എന്ന് പറയും. ജോൺ ആണെങ്കിൽ ഒരു സീ പൈലറ്റ് ആണ്. ഈ ഇൻഫൻട്രി വാർ ഉണ്ടല്ലോ, അതായത് ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള യുദ്ധത്തിലൊന്നും ജോൺ പോയിട്ടേ ഇല്ല, അത് ചെയ്യേണ്ട ആവശ്യവും ജോണിനില്ല. അപ്പൊ ജോണിന് പെട്ടെന്ന് ഒരു ഐഡിയ വരും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരങ്കികൾ കൊണ്ടുള്ള ടാക്ടിക്സ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് നേവൽ വാർഫെയറിന്റെ അത് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയും. അതായത് ഒരു നേവിക്കാരന്റെ അറ്റാക്കിംഗ് രീതി പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി പോവും. ജോൺ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒസാക്ക കാസിലിൽ നിങ്ങൾ ഈ ഗ്രൗണ്ടിലൂടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മാസങ്ങൾ എടുക്കും ആ ഒരു കാസിലിനകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു ഷിപ്പ് നിങ്ങൾ ആ ഒസാക്ക കാസിലിന്റെ അടുത്ത് എന്നെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആ മതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റാന്ന് പറയും. അപ്പൊ എല്ലാവർക്കും സംശയം വരും, കാരണം ഈ പീരങ്കികൾ കൊണ്ട് എക്സാക്ട്ലി ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനൊന്നും ജപ്പാൻകാർക്ക് അറിയില്ല. ഒരു ടാർഗറ്റ് തന്നിട്ട് ആ ടാർഗറ്റിലേക്ക് പീരങ്കി കൊണ്ട് ബോംബിടുക എന്നുള്ള കാര്യമൊക്കെ ജപ്പാൻകാർക്ക് പുതിയതാണ്. ജോൺ ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. അങ്ങനെ ജോൺ ഇത് ചെയ്ത് കാണിക്കും. കറക്റ്റ് ടാർഗറ്റിലേക്ക് പീരങ്കി കൊണ്ട് ബോംബിടും, അതിനൊക്കെ തകർക്കും. അങ്ങനെ ജോൺ അവിടുത്തെ ഒരു മെയിൻ ആളാവും. ജോൺ പറഞ്ഞ കാര്യം അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സീന് മാരിക്കോവും ജോണും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഈ മാരിക്കോ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോണിന്റെ ജേർണൽസ് ഉണ്ടല്ലോ, ജോൺ ഇതുവരെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഒക്കെ ജേർണൽസ് അതൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കും, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിക്കും. അപ്പൊ ജോണ് പറയും, നിങ്ങൾ നിങ്ങളുടെ രാജാവിന് വേണ്ടി ഓരോ യുദ്ധങ്ങൾക്ക് പോകുന്നു, അതേപോലെ ഞാൻ എന്റെ ക്യൂനിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ ചെയ്യുന്നത് എന്ന് പറയും. അങ്ങനെ കുറച്ച് ജപ്പാനിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു എർത്ത് കേക്ക് വരും. അപ്പോഴാണ് മാരിക്കോ പറയുന്നത്, നമുക്കറിയുന്നത് പോലെ ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് എർത്ത് കേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് വലിയ സംഭവമൊന്നുമല്ല, ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതുകൊണ്ടാണ് ജപ്പാനിലുള്ള വീടുകളൊക്കെ എർത്ത് കേക്ക് റെസിസ്റ്റന്റ് ആയിട്ട് ടെമ്പററി മെറ്റീരിയൽസ് കൊണ്ട് അവർ വീടുണ്ടാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറയും. റീബിൽഡബിൾ ആണ് പെട്ടെന്ന് തന്നെ. ഇങ്ങനത്തെ കുറെ ഇൻഫർമേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. അങ്ങനെ വീണ്ടും ഇവര് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ലോർഡ് ഇഷിഡോന്റെ കുറച്ച് ആൾക്കാർ വരും. നെബാര ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് വരിക. ഒരു മെസ്സഞ്ചറിനെ പോലെയാണ് അദ്ദേഹം വരുന്നത്. യെബുഷിഗേന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. ആദ്യം യെബുഷിഗ പറയും, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല യോഷി ആ ഒരു പല്ലക്കിൽ കയറി എസ്കേപ്പ് അടിക്കാൻ വന്നതാണെന്ന്, ഞാൻ ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം പറയും. അപ്പൊ ജോസൻ പറയും, നീ ഒസാക്കിയിലേക്ക് വരണം, നിന്റെ ഓത്ത് ഓഫ് ലോയൽറ്റി കൗൺസിലിന്റെ മുന്നിൽ ഒന്നുകൂടെ നൽകണം എന്ന് പറയും. അതായത് ബേസിക്കലി യെബുഷിഗേനെ കൊണ്ട് ഒസാക്ക കാസിലേക്ക് കൊണ്ടുപോകണം, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് യോഷിനെ തള്ളി പറയണം. ഇതാണ് ഇഷിഡോന്റെ ആവശ്യം. ആ മെസ്സേജ് ആയിട്ടാണ് ഈ ജോസൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടതും യെബുഷിഗ പറയും, ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഇവിടെ നിൽക്ക്, നാളെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഇംഗ്ലീഷുകാരന്റെ ട്രെയിനിങ് നിങ്ങളൊന്ന് നേരിട്ട് കാണും. ഒരു പ്രത്യേക രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷിഡോന് ഇഷ്ടമാവും. ഈ ക്രിസ്ത്യൻസ് യുദ്ധത്തിന് വരുമ്പോൾ അവർക്കെതിരെ ഇത് പ്രയോഗിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം പറയും. അങ്ങനെ ജോസൻ അതിന് സമ്മതിക്കും. ആ ദിവസം അവിടെ താമസിക്കുകയാണ്. അപ്പൊ നമ്മുടെ യോഷിന്റെ മകൻ ഉണ്ടല്ലോ നഗക്കാഡോ, അവനെ ഇത് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ അതേ ദിവസം രാത്രി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒമി ഉണ്ടല്ലോ, ഒമിക്ക് കാഞ്ഞ ബുദ്ധിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഒമി എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, നഗക്കാഡോനെ നൈസിൽ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി വിടും, അതായത് ദേഷ്യപ്പെടുത്തി വിടും. ഒരു ചെറിയ പയ്യനാണ് നഗക്കാഡോ, നല്ല ദേഷ്യമാണ്, അത് കൺട്രോൾ ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ ഒമി വന്നിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ജോസനെ വെറുതെ വിട്ടാ പോരാ, നിന്റെ അച്ഛന്റെ ശത്രുവാണ് അയാള് വന്നിട്ട് ഇവിടെ ഈ ട്രെയിനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പണിയാവുന്നുള്ള കാര്യമൊക്കെ പറയും. ഇനി നമ്മുടെ ജോണിന്റെ അവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാരിക്കോൻ ജോണും ഇപ്പൊ അത്രത്തോളം അടുത്തിട്ടുണ്ട്. ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും ജോണിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ആദ്യം ഒരു ശത്രുവിനെ പോലെയാണ് ജോണിനെ കണ്ടതെങ്കിലും ജോണിന്റെ കാര്യമൊക്കെ മനസ്സിലായപ്പോൾ ഇതിലും കുറച്ച് ന്യായം ഉണ്ടല്ലോ എന്നൊക്കെ മാരിക്കോന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ എന്ത് ചെയ്യും, ഒരു അടുപ്പമാവും. ആ ദിവസം രാത്രി ഇവര് തമ്മിൽ സെക്സിലൊക്കെ ഏർപ്പെടും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇഷ്ടമാണ്. ആ ഇഷ്ടം മെല്ലെ മെല്ലെ സെക്സിൽ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. എല്ലാവരും വരും. ഈ ട്രെയിനിങ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നഗക്കാഡോ ആണ് ഈ ട്രെയിനിങ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പീരങ്കിൽ നിന്ന് ഈ ഒരു ബോംബ് വിടണം, അതാണ് സംഭവം. ചെക്കൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് ഇറക്കും. ഈ
പീരങ്കികൾ വേറൊരു സൈഡിൽ വെച്ചിട്ട് ഈ ജോസന്റെ കൂടെ വന്ന ആർമി ഉണ്ടല്ലോ അതിന്റെ നേർക്ക് വിടും. പീരങ്കിയിൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പീസായിട്ട് പോവും. ജോസന്റെ കൂടെ വന്നവരൊക്കെ മരിക്കും. ജോസൻ ആര് കൊല്ലും? ഈ നഗക്കാടോ കൊല്ലും. ഇത് കണ്ടതും എല്ലാവരും എബുഷികയടക്കം എല്ലാവരും ഞെട്ടും. ഈ ചെക്കൻ്റെ ഒരു എടുത്തുചാട്ടം കാരണം ഇനി ഒരു വലിയൊരു യുദ്ധം പെട്ടെന്ന് വരും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. യുദ്ധത്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുമ്പോൾ യുദ്ധമൊക്കെ തേടി പിടിച്ച് ഇങ്ങോട്ട് വരികയാണ്. ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സീനോട് കൂടിയിട്ടാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.